ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിൽ ഇന്ന് നാം തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതിയ സന്ദേശമാണ് പരിശോധിക്കുന്നത്. തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതിയ സന്ദേശം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മുതൽ 29-ാം വാക്യം വരെയാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. തുയഥൈരയിലെ സഭയുടെ ദൂതന് എഴുതുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടത്തിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ടവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. തുയഥൈരയിലെ സഭയെ കറപ്റ്റഡ് ചർച്ച്, ദുഷിച്ചുപോയ സഭ, ദുരുപദേശത്താൽ കറപിടിച്ച സഭ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. തുയഥൈരയിലെ സഭയ്ക്ക് എഴുതിയ സന്ദേശവും തുയഥൈര സഭയെക്കുറിച്ചും ആ പ്രദേശത്തെക്കുറിച്ചും ഒക്കെ നാം ചിന്തിക്കുമ്പോൾ സന്ദേശത്തിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും ചെറിയ പട്ടണത്തിലെ സഭയ്ക്ക് എഴുതിയ ഏറ്റവും ദൈർഘ്യമുള്ള സന്ദേശം, ദ ലോങ്സ്റ്റ് മെസ്സേജ് ടു ദ ചർച്ച് ഇൻ ദ സ്മോളസ്റ്റ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആദ്യം തുയഥൈരയെ ഒന്ന് പരിചയപ്പെടാം. തുയഥൈര ഒരു സൈനിക കേന്ദ്രമായിരുന്നു. ഇറ്റ് വാസ് എ മിലിറ്ററി ടൗൺ. അതുപോലെ തന്നെ മിലിറ്ററി കേന്ദ്രമായിരുന്നതുകൊണ്ട് അതൊരു വ്യാപാര കേന്ദ്രവുമായിരുന്നു. ഓൾസോ എ കൊമേഴ്ഷ്യൽ സെന്റർ. ഇതൊരു കൊമേഴ്ഷ്യൽ സെന്റർ ആയതുകൊണ്ട് അവിടെ ധാരാളം തൊഴിൽ കൂട്ടായ്മ സംഘങ്ങൾ, ട്രേഡ് ഗിൽഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം, പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഇതൊരു സൈനിക കേന്ദ്രം, വ്യാപാര കേന്ദ്രം, തൊഴിൽ കൂട്ടായ്മ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലം എന്നൊക്കെയുള്ള സവിശേഷതകൾ തുയഥൈരയ്ക്കുണ്ട്. തൊഴിൽ കൂട്ടായ്മ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങളിൽ വിഗ്രഹാരാധനയും അധാർമിക പ്രവൃത്തികളും അല്ലെങ്കിൽ അനാശാസ്യ പ്രവൃത്തികളും വ്യാപകമായിരിക്കും. അത് ഏത് കാലഘട്ടത്തിലും ഏത് നാട്ടിലും നമുക്ക് കാണാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലെ പഴയ ചരിത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ കൊല്ലന്റെ തൊടി, മൂശാരിക്കൂട്ടം, ആശാരിക്കൂട്ടം, തട്ടാൻകൂട്ടം ഇങ്ങനെയൊക്കെയുള്ള തൊഴിൽ ചെയ്തിരുന്ന ആളുകൾ ഒരുമിച്ച് താമസിച്ചിരുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയുള്ള സ്ഥലങ്ങൾ ഏഷ്യ മൈനറിൽ അല്ലെങ്കിൽ ടർക്കിയിൽ ഉണ്ടായിരുന്നു. അവർക്ക് അവരുടേതായ ആരാധനാ രീതികളും ആചാരങ്ങളും ഒക്കെ ഉണ്ടാകും. തുയഥൈരയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പ്രവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട ഗിൽഡുകൾ അല്ലെങ്കിൽ ലേബർ യൂണിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം, തൊഴിലാളി യൂണിയനുകൾ. കുശവന്മാരുടെ ഒരു വലിയ സംഘം അവിടെ ഉണ്ടായിരുന്നു, പോട്ടേഴ്സ് ഗിൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. തുകൽപ്പണിക്കാരുടെ ഒരു വലിയ സംഘം അവിടെ ഉണ്ടായിരുന്നു, ഗിൽഡ് ഓഫ് ടാനേഴ്സ്. നെയ്ത്തുകാരുടെ സംഘം ഉണ്ടായിരുന്നു, വീവേഴ്സ് ഗിൽഡ്. അതുപോലെ തന്നെ വസ്ത്രനിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ, റോബ് മേക്കേഴ്സ്, വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളുകൾ, അവരുടെ ഒരു ഗിൽഡ് ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾക്ക് ബഹുവർണ്ണങ്ങൾ വേണ്ടതുകൊണ്ട് വസ്ത്രത്തിന് നിറം ചാർത്തുന്ന ഇൻഡസ്ട്രികൾ, ഡൈയിങ് ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ ഡൈയിങ് ഗിൽഡുകൾ ധാരാളം ഉണ്ടായിരുന്നു. അതിലൊരു പക്ഷേ നിറം കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഗിൽഡായിരുന്നു. ഇപ്പോഴും ചില കളറുകൾക്ക്
ടർക്കിഷ് റെഡ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പർപ്പിൾ പോലുള്ള ചില കളറുകൾക്ക് ചില സാങ്കേതികമായിട്ടുള്ള മേഖലകളിൽ ടർക്കിഷ് റെഡ് എന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ആ സ്വാധീനം തുയഥൈര എന്ന് പറയുന്ന ടർക്കിയിലെ സ്ഥലത്ത് നിന്നാണ് വന്നതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ചരിത്രത്തിൽ നിന്ന് ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പശ്ചാത്തലം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ ഗൗരവമായി കാണേണ്ട കാര്യം, തൊഴിൽ കൂട്ടായ്മ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്ന മേഖലകളിലൊക്കെ വിഗ്രഹാരാധനയും ദുർനടപ്പ് അല്ലെങ്കിൽ അധാർമിക പ്രവൃത്തികളും വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. ഇവിടുന്നൊക്കെ ആളുകൾ മാനസാന്തരപ്പെട്ട് ദൈവസഭയിൽ എത്തുമ്പോൾ ആദിമസഭയുടെ രണ്ട് മുഖ്യ ശത്രുക്കളായിരുന്നു വിഗ്രഹാരാധനയും ദുർനടപ്പും അല്ലെങ്കിൽ അധാർമിക പ്രവൃത്തികളും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ സഭയിൽ ആദ്യകാലം മുതൽ യഹൂദന്മാരും ജാതികളും ഒരുപോലെ സഭയിൽ അംഗങ്ങളാകുമായിരുന്നു. യഹൂദന്മാർക്ക് ന്യായപ്രമാണവും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കുറേ അധികം ചിട്ടകൾ ദൈവദത്തമായിട്ട് തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ജാതികൾ സഭയിലേക്ക് വന്നപ്പോൾ അവർക്ക് അവരുടേതായ ആചാര രീതികളും അവരുടേതായ ദൈവങ്ങളും അവരുടേതായ പ്രാക്ടീസുകളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അത് ബഹുവിധത്തിലാണ്. ഇതെല്ലാം കൂടി സഭയിലേക്ക് വന്നപ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ആദിമസഭ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആദിമസഭ മാത്രമല്ല, എല്ലാ കാലത്തും സഭയ്ക്ക് ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. നമ്മൾ ഇതുവരെ പഠിച്ച എഫെസോസ്, സ്മുർണ, പെർഗമോസ്, ഈ 3 സഭകളെക്കുറിച്ചും പട്ടണങ്ങളെക്കുറിച്ചും നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം മുഖ്യ പട്ടണങ്ങളായിരുന്നു. എന്നാൽ ഇനി പഠിക്കാനായിട്ട് പോകുന്ന 4 സഭകൾ, തുയഥൈര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്ക, ഈ 4 സഭകൾ ടർക്കിയുടെ ഉൾനാടൻ പ്രദേശങ്ങളിലായിരുന്നു. അവ വലിയ പട്ടണങ്ങളല്ല, ഉൾനാടൻ പ്രദേശങ്ങളാണ്. തുയഥൈര മനോഹരമായ ചുറ്റുപാടുകളിലാണ് വർത്തിച്ചിരുന്നത്. രാജ്യപ്രതിരോധത്തിനായിട്ട് പ്രത്യേകമായിട്ട് വളർത്തിയെടുത്ത ഒരു പട്ടണമാണ്. അതുകൊണ്ടാണ് അതൊരു സൈനിക കേന്ദ്രമാണ്, അതൊരു വ്യാപാര കേന്ദ്രമാണ്, അവിടെ തൊഴിൽ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. ഇതെല്ലാം തുയഥൈരയുടെ അഭിമാനമായിരുന്നു. ഇതിനെല്ലാം പുറമെ ഈ സ്ഥലത്ത് അപ്പോളോ ദേവന് സമർപ്പിച്ച ഒരു പ്രത്യേകതരം ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോളോ ദേവൻ എന്ന് പറഞ്ഞാൽ സൂര്യദേവനാണെന്ന് മിക്കവാറും ആളുകൾക്ക് അറിയാം എന്ന് ഞാൻ കരുതുന്നു. യവനന്മാരുടെ സൂര്യദേവനാണ് അപ്പോളോ. ദ ഗ്രീക്ക് സൺ ഗോഡ് ഈസ് നോൺ ആസ് അപ്പോളോ. ടർക്കിയിലെ പ്രാദേശിക ഭാഷയിൽ ടൈറിംനോസ് എന്നാണ് ഈ ദൈവം അറിയപ്പെട്ടിരുന്നത്. സൂര്യാരാധന അവിടെ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമുക്ക് സന്ദേശത്തിലേക്ക് വന്ന് 18-ാം വാക്യം കർത്താവ് തന്നെ ഈ സഭയ്ക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ദൈവപുത്രൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ, സൺ ഓഫ് ഗോഡ്, SUN സൺ അല്ല, SON സൺ. SUN സണ്ണിനെയാണ് അവരൊരു ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്നത്. പക്ഷെ ഇവിടെ ദൈവപുത്രൻ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ സൺ ഓഫ് ഗോഡ്, SON സൺ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. സൂര്യദേവനല്ല, ദൈവപുത്രനായ യേശു സംസാരിക്കുന്നു. ഈ ദൈവപുത്രനായ യേശുവിന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നുവെന്ന് 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെയാണ്: അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അപ്പോൾ ഇവിടെ അത്രയും പ്രകാശം ഇല്ലാത്ത ഒരു ദേവനെ ആരാധിക്കുന്ന ഒരു പട്ടണമാണ് തുയഥൈര എന്ന് അറിഞ്ഞിരിക്കണം. ദൈവപുത്രനായ യേശുവാണ് ഇവിടെ സംസാരിക്കുന്നത്. ഒരു വെളിപ്പാടിനാൽ മാത്രമേ യേശുവിന് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ വേദപുസ്തകത്തിൽ വെളിപ്പാടിൽ കൊടുത്തിരിക്കുന്ന 7 സന്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇവിടെ മാത്രമാണ് യേശുവിന് ദൈവപുത്രൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകം പ്രസ്താവ്യമാണ്. പലതരത്തിൽ യേശു തന്നെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും ദൈവപുത്രൻ എന്നുള്ള പേരിൽ വെളിപ്പാട് പുസ്തകത്തിലെ ഈ 7 സന്ദേശങ്ങളിൽ തുയഥൈര സഭയ്ക്ക് മാത്രമാണ് താൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. 2:18 ഞാൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കട്ടെ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ 1:15 ഈ യേശുവിനെ നമ്മൾ കണ്ടതാണ്. അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലും ഉണ്ട്. 16-ാം വാക്യത്തിലാണ് എന്നിട്ട് അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു എന്ന് വായിക്കുന്നത്.
ഇത് രണ്ടും നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഓർക്കുക. ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലും ന്യായവിധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സഭയ്ക്ക് നൽകിയ സന്ദേശം ശക്തമായ ഒരു മുന്നറിയിപ്പിന്റെയും ഗൗരവമായ ന്യായവിധിയുടേതും ആയിരുന്നു. അതുകൊണ്ടാണ് യേശു തന്നെ തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. വെറും ദൈവപുത്രൻ എന്നല്ല പറഞ്ഞത്. ഈ ദൈവപുത്രന് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലും ഉണ്ട്. എല്ലാം കൃത്യമായി കണ്ട് പരിശോധിച്ച് കൃത്യമായി ന്യായം വിധിക്കുന്ന യേശു എന്ന അർത്ഥത്തിലാണ് യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത്. അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നും ഇല്ല എന്ന് നാം ഓർത്തിരിക്കുക. മുന്നോട്ട് നാം പോകുമ്പോൾ ഏത് സഭയ്ക്കും തന്നെ തന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് കർത്താവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുക, അപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ള കാര്യമാണ്. 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തില് ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. ഞാൻ അറിയുന്നു. എന്തൊക്കെയാണ് അറിയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. തുയഥൈരയിലെ വിശ്വാസികൾ എനിക്ക് തോന്നുന്നത് വളരെ തിരക്കുള്ളവരായിരുന്നു. അവർ ത്യാഗാത്മക ശുശ്രൂഷയിൽ മുഴുകിയിരുന്ന ആളുകളായിരുന്നു. അവർ മറ്റുള്ളവരെ കുറിച്ച് വളരെ കരുതലുള്ള ആളുകളായിരുന്നു. അവരുടെ പ്രവൃത്തികൾ പെരുകിക്കൊണ്ടിരുന്നു. വിശ്വാസവും സ്നേഹവും സഹിഷ്ണുതയും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ കൂടി വരികയാണ്. ധാരാളം കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുകയാണ്. അവരെ അഭിനന്ദിക്കുന്നതിനായിട്ട് കർത്താവ് 6 പ്രത്യേക പദങ്ങൾ ഉപയോഗിച്ചു. അത് പ്രത്യേകം പഠിക്കുന്നതും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടായിരിക്കുന്നതും നല്ലതാണ്. ഒന്ന്, പ്രവൃത്തി. പ്രവൃത്തി എന്ന് പറഞ്ഞത് സൽപ്രവൃത്തികളാൽ ഉപദേശത്തെ സാധൂകരിച്ച് മാതൃകാപരമായി ജീവിച്ചു എന്ന അർത്ഥത്തിലാണ് വർക്സ്, പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. 2, സ്നേഹം. സ്നേഹം ആചരിക്കാനുള്ളതാണ്. സ്നേഹം ആചരിച്ച പല വിശുദ്ധന്മാരും തുയഥൈര സഭയിൽ ഉണ്ടായിരുന്നു. ലവ്. 3, വിശ്വാസം അല്ലെങ്കിൽ ഫെയ്ത്ത്. സ്നേഹത്തെയും പ്രവൃത്തിയെയും നിയന്ത്രിക്കുന്ന വികാരമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനത്തെ വിശ്വാസ വീരന്മാർ സഭയിൽ ഉണ്ടായിരുന്നു. 4-മതായിട്ട് മിനിസ്ട്രി അല്ലെങ്കിൽ ശുശ്രൂഷ. സേവന സന്നദ്ധരായിരുന്നു അവര്. 5, സഹിഷ്ണുത അല്ലെങ്കിൽ പേഷ്യൻസ്. ക്ഷമയോടെ പീഡനത്തിൽ കൂടി കടന്നു പോകുന്നതിനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു. അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. 6-മതായിട്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും അധികം. ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും അധികം. അപ്പൊ അതിന്റെ ചുരുക്കം പ്രവൃത്തി കൂടിക്കൂടി വന്നു. അവരുടെ പ്രവൃത്തി ഒട്ടും കുറഞ്ഞു പോയില്ല. അവരുടെ ഉത്സാഹവും അവരുടെ പ്രവർത്തനവും എല്ലാം മുന്നോട്ട് ആയിരുന്നു. ഈ ഗുണങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. നമുക്ക് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടാകുന്നത് നല്ലതാണ്. വളരെ നല്ലൊരു മാതൃകയാണ് തുയഥൈര സഭയ്ക്ക് ഉണ്ടായിരുന്നത്. പ്രവൃത്തിയും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും സഹിഷ്ണുതയും പ്രവൃത്തികൾ കൂടി വരുന്നതും ഒക്കെ വളരെ നല്ലൊരു മാതൃകയാണ്. വെറും മതാചാര ചടങ്ങുകൾ മാത്രം ചെയ്തു കൂട്ടുന്ന ഒരു സഭയായിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് തീവ്രമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയുന്നത്. തുയഥൈര സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള ആചാരങ്ങൾ മാത്രമല്ല അവര് ചെയ്തിരുന്നത്. കുറെ തീവ്രമായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ അവരെ കുറ്റം വിധിക്കാനായിട്ട് കഴിയുമോ, അവർക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കർത്താവ് 3-മതായിട്ട് അവരെ അക്യൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണല്ലോ ഏത് സഭയും. കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു, അവരുടെ നന്മകൾ കണ്ട് അഭിനന്ദിക്കുന്നു. 3-മതായിട്ട് ഈ നന്മകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എന്തെങ്കിലും കുറ്റമുണ്ടോ എന്നുള്ളത് എടുത്തു കാണിക്കുന്നു. 20-ാം വാക്യം നാം വായിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ അറിയുന്നു എങ്കിലും എന്നൊരു പ്രയോഗമുണ്ട്. എങ്കിലും എന്ന് പറയുമ്പോഴാണ് കുറ്റത്തിലേക്ക് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒരു കുറ്റപത്രമാണ്. തുയഥൈര സഭയ്ക്കുള്ള ഒരു കുറ്റപത്രമാണ്. മറ്റ് സഭകളോട് പറഞ്ഞതിനേക്കാൾ ദൈർഘ്യമുള്ള ഒരു കുറ്റപത്രമാണ് തുയഥൈര സഭയ്ക്ക് കൊടുക്കുന്നത്. ഒരു പക്ഷേ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് സന്ദേശം ഒരു ദൈർഘ്യമുള്ള സന്ദേശമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സഭയ്ക്കുള്ള സന്ദേശത്തിന് ദൈർഘ്യം കൂടിപ്പോയത് എന്ന് ആരെങ്കിലും ചിന്തിച്ചെങ്കിൽ കുറ്റപത്രത്തിന്റെ നീളം കൂടിയത് കൊണ്ടായിരിക്കണം അവരുടെ സന്ദേശത്തിന്റെ നീളം കൂടിപ്പോയത്. ബാക്കി കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞു. ഈ സഭയ്ക്ക് അല്ലെങ്കിൽ ഈ സന്ദേശത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിച്ചത് അവരുടെ കുറ്റങ്ങൾ ദീർഘമായിട്ട് അവരെ പറഞ്ഞ് കേൾപ്പിക്കുന്നതിനായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്.
2-ാം അധ്യായത്തിന്റെ 20 മുതൽ 24 വരെ. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ത്വേധൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. ഇതാണ് കുറ്റപത്രം. ത്വേധൈര സഭയിൽ രഹസ്യമായി നടന്നുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ യേശു പരസ്യമായി കുറ്റം വിധിക്കുന്നു. അതുകൊണ്ടാണ് അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുണ്ടെന്ന് പറഞ്ഞത്. എത്ര രഹസ്യമായി നാം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അതെല്ലാം പിയേഴ്സിങ് ഇൻസൈറ്റ് ഉള്ള അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള കർത്താവായ യേശു ക്രിസ്തുവിന് കാണാനായിട്ട് കഴിയും. അത് കണ്ടിട്ട് അത് പരസ്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവർ ഒരു തരത്തിലും സഭ അനുവർത്തിക്കുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചിലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദൈവസഭ അനുവർത്തിക്കുവാൻ പാടില്ലാത്ത, ദൈവം പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് ഈ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഭയിൽ ദുഷ്ടത, അനാത്മീയത അനുവദിക്കുന്നു. അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അനുവദിക്കുന്നു എന്നതാണ് പ്രധാന കുറ്റം. സ്നേഹം, വിശ്വാസം, ത്യാഗം, ശുശ്രൂഷ, പ്രവർത്തനം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് ദുഷ്ടതയ്ക്ക് മറയാക്കാനായിട്ട് പാടില്ല. നമ്മുടെ പല പ്രവൃത്തികളും, നമ്മുടെ പല പാപപ്രവൃത്തികളും ദുഷ്ട പ്രവൃത്തികളും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല പ്രവൃത്തികളുടെ ഒരു മറയായിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പാപത്തിനും ദുഷ്ടതയ്ക്കും മറയായിട്ടാണ് നല്ല പ്രവൃത്തികൾ പലപ്പോഴും മുമ്പിൽ വരുന്നത്. നല്ല കാര്യങ്ങളിൽ പൊതിഞ്ഞാണ്. ഷുഗർ കോട്ടഡ് പോയിസൺ എന്നൊക്കെ പറയുന്നത് പോലെ പുറമേ നോക്കിയാൽ നല്ല ഷുഗർ, നല്ല മധുരമുള്ള കാര്യങ്ങളാണ്. എന്നാൽ അകത്തേക്ക് കയറുമ്പോഴാണ് അതിനകത്ത് കയ്പിരിപ്പുണ്ട്, അതിനകത്ത് അരുതാത്ത കാര്യങ്ങൾ ഇരിപ്പുണ്ട്, അനാത്മീയത ഇരിപ്പുണ്ട് എന്ന് കാണാൻ കഴിയുന്നത്. 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്ത ഒരു പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അനുവദിക്കുന്നു എന്നുള്ള കാര്യമാണ്. സ്ത്രീ എന്നുള്ള പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ സഭയിൽ ഒരു സ്ത്രീയെ അനുവദിക്കുന്നു. വേദപുസ്തകത്തിൽ സ്ത്രീ എന്ന പ്രയോഗം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് തിന്മയുടെയും വ്യാജ സഭയുടെയും പ്രതീകമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും സ്ത്രീ എന്നുള്ള പദം, സ്ത്രീ എന്നുള്ള ഉപയോഗം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് തിന്മയുടെ ഒരു പ്രതീകമായിട്ടും വ്യാജ സഭയുടെ ഒരു പ്രതീകമായിട്ടുമാണ് ഇരിക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് യേശു ഉപമകൾ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലാണ് 7 ഉപമകൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 13-ാം അധ്യായത്തിന്റെ 33 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഒരു സ്ത്രീ പുളിച്ച മാവ് എടുത്ത് അടക്കി വെച്ചു. സ്വർഗരാജ്യം ഇതിനോട് സദൃശമാണ് എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഓർക്കുക. പുളിച്ച മാവ് വേദപുസ്തകത്തിൽ തിന്മയുടെയും ജഡത്തിന്റെയും പ്രതീകമാണ്. വിശുദ്ധിയുടെ പ്രതീകം പുളിപ്പില്ലായ്മയാണ്. പുളിച്ച മാവെന്ന് പറയുമ്പോൾ വളരെ മാർദ്ദവമുള്ളതാണ്, അത് സുഖിപ്പിക്കുന്നതാണ്. നന്നായിട്ട് പുളിച്ചു പൊങ്ങുമ്പോഴാണല്ലോ അപ്പത്തിന് മാർദ്ദവം കൂടുന്നത്. മാർദ്ദവമുണ്ട്, സുഖദായകമാണ്. അത് വീർക്കുന്നു, മാവ് വീർത്തു, പുളിച്ചു പൊങ്ങി എന്നുള്ളതിന് വീർത്തു, ചീർത്തു എന്നാണ് നാം പറയാറ്. അപ്പോൾ അത് സുഖദായകമാണ്, ആളുകളെ ചീർപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരല്പം മതി, അസാരം പുളിമാവ് മതി പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കാനായിട്ട്. മറ്റെല്ലാത്തെയും അത് പുളിപ്പിക്കും. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിച്ച് കളയും. അത് മാത്രമല്ല, ഈ അസാരം പുളിമാവ് വളരെ വേഗം വ്യാപിക്കുന്നതുമാണ്. വളരെ പതുക്കെയല്ല, വളരെ വേഗം വ്യാപിക്കും. പുളിച്ചമാവിന് ഇങ്ങനെ പല പ്രത്യേകതകളുണ്ട്. മാർദ്ദവമുണ്ട്, അത് ചീർക്കും അല്ലെങ്കിൽ വീർക്കും, വേഗം വ്യാപിക്കും, അല്പം മതി, എല്ലാറ്റെയും വളരെ പെട്ടെന്ന് പുളിപ്പിച്ച് കളയും. സാധാരണ അപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് പ്രയോഗിക്കുന്നത് സ്ത്രീകളായതുകൊണ്ടായിരിക്കും കർത്താവ് പറഞ്ഞത് അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിനകത്ത് ഒളിച്ചു വെച്ചു എന്ന്.
അപ്പൊ എല്ലാം പുളിപ്പിക്കുന്നതിൻ്റെയും എല്ലാം ജഡീകമാക്കി കളയുന്നതിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് പുളിച്ച മാവ് നിൽക്കുന്നത്. വിശുദ്ധിയുടെ പ്രതീകം പുളിപ്പില്ലായ്മയാണ്. ദൈവരാജ്യം വെളിപ്പെട്ടു വരുമ്പോൾ അതിനെ പുളിപ്പിച്ച് വഷളാക്കുന്ന പ്രവണത ഉടലെടുക്കും എന്ന് കർത്താവ് പഠിപ്പിക്കുക ചെയ്യുന്നത്. ദൈവരാജ്യം വെളിപ്പെട്ടു വരുമ്പോൾ അതിനെ വഷളാക്കുന്നതിനായിട്ട്, അതിനെ പുളിപ്പിച്ച് കളയുന്നതിനായിട്ട് പിശാച് ശ്രമിക്കും. അതിന് ഒരു ഉപകരണമായിട്ട് പിശാച് എടുക്കുന്നത് സ്ത്രീയെയാണ്. പിശാച് പറ്റിച്ച ചില സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ ആദാമിനെ വഞ്ചിക്കുവാൻ പിശാച് ഒരു സ്ത്രീയെയാണല്ലോ, ഹൗവായെയാണല്ലോ ഉപയോഗിച്ചത്. അന്ത്യനാളിൽ വെളിപ്പെടുവാൻ പോകുന്ന വ്യാജസഭ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ മഹദിയാം ബാബിലോൺ എന്നാണ് അറിയപ്പെടുന്നത്. വെളിപ്പാട് 17:5 മഹദിയാം ബാബിലോൺ എന്നാണ് വിളിക്കപ്പെടുന്നത്. ആ മഹദിയാം ബാബിലോൺ ആരാണ് എന്നറിയാനായിട്ട് വെളിപ്പാട് 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. മൃഗത്തിന്മേൽ ഇരിക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയാണ് വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവായ മഹദിയാം ബാബിലോൺ. അഥവാ ആ സ്ത്രീയുടെ പേരാണ് മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നിടത്തൊക്കെ വ്യാജസഭയും പുളിപ്പും കടന്നു വരുന്നത് വേദപുസ്തകത്തിന്റെ ഒരു ടീച്ചിങ് ആണ്, ഒരു പ്രത്യേകതയാണ്. ഈ സിംബോളിസം നാം മനസ്സിലാക്കിയാലാണ് ത്വൈതേര സഭയ്ക്ക് എന്താണ് പറ്റിയത് എന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ത്വൈതേര സഭയിലും ഒരു സ്ത്രീ ഇരിക്കുന്നു. ഈ സ്ത്രീയെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവളൊരു പ്രവാചകി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വക്താവ്, ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്ന ആള്, ദൈവവേലയെ പ്രൊമോട്ട് ചെയ്യുന്ന ആള് എന്നാണ് തന്നെത്താൻ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു പ്രവാചകി എന്നാണ് അവളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അടുക്കൽ ചെന്ന് നോക്കുമ്പോൾ എ ക്ലോസ് ഒബ്സർവേഷൻ, എന്താണ് അവൾ ചെയ്യുന്നത് എന്ന് നോക്കുക. ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും കർത്താവിന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും അവരെ തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന സ്ത്രീ. അപ്പൊ ഈ സ്ത്രീ പ്രവാചകിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും, കർത്താവിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്, കർത്താവിന്റെ വക്താവാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും, ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്നാനും കർത്താവിന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും അവരെ തെറ്റിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സ്ത്രീ ഒരു ശരി പ്രവാചകിയല്ല, ഒരു കള്ളപ്രവാചകിയാണ് എന്ന് വളരെ വ്യക്തമാണ്. സഭ അവളെ ഉൾക്കൊള്ളുന്നു, സഭ അവളെ അനുവദിക്കുന്നു. അവിടെയാണ് കുഴപ്പം കിടക്കുന്നത്. അവൾ വിശ്വാസികളെ സ്വാധീനിക്കുന്നു, അവരെ അധാർമിക പ്രവൃത്തികളിലേക്ക് നയിക്കുന്നു. ഈ സ്ത്രീയുടെ പേര് ഇസബേൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസബേൽ നമുക്ക് പരിചയമുള്ള കഥാപാത്രമാണ്. പഴയ നിയമ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ഇസബേലിനെ 1 രാജാക്കന്മാരുടെ പുസ്തകം 16 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ നന്നായിട്ട് പരിചയപ്പെടാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാർ 16 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആരാണ് ഇസബേൽ എന്നും ആ സ്ത്രീയുടെ ചരിത്രം എന്തെന്നും ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ ഭാര്യയും ബാൽ വിഗ്രഹാരാധന ഇസ്രായേലിൽ ഏർപ്പെടുത്തി അത് വ്യാപകമാക്കിയതിന്റെ മുഖ്യ സൂത്രധാരകയും ഈസബേൽ ആയിരുന്നു. ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 16 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. 1 രാജാക്കന്മാർ 16-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ എത്ബാലിന്റെ മകളായ ഈസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. ബാലിന് ക്ഷേത്രങ്ങൾ പണിതു, ബലിപീഠങ്ങൾ പണിതു. എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. ഈ കാര്യങ്ങളുടെ എല്ലാം മുന്നിലും പിന്നിലും ഈസബേൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ആ അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം കൂടെ വായിക്കുകയാണെങ്കിൽ, ബാലിന്റെ 450 പ്രവാചകന്മാർ ഈസബേലിന്റെ മേശയിങ്കൽ ഭക്ഷിച്ചു വന്നു. മാത്രമല്ല 400 അശേര പ്രവാചകന്മാരും. അപ്പൊ അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെയാണ് ദൈവം ഏലിയാവിനെ അയക്കുന്നതും കർമ്മേൽ പർവ്വതത്തിൽ തീ ഇറക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അവിടെ വെളിപ്പെടുന്നതും. അതെല്ലാം നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ത്വൈതേര സഭയിൽ ഇതേ പേരുകാരി അല്ലെങ്കിലും ഈ പേരുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സമാന സ്വഭാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പേരെന്തുമാവട്ടെ, ഇസബേലിന്റെ സ്വഭാവം, സമാന സ്വഭാവമുള്ള ഒരു സ്ത്രീ
ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പേര് ഒരുപക്ഷെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള പേരാകാം. ഈസബേലിന്റെ ഉപദേശമാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ ഉപദേശിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഷി വാസ് ടീച്ചിങ്, ഷി വാസ് പ്രൊഫസൈയിങ് ഇൻ ദ ചർച്ച്. അവൾ സഭയിൽ ഉപദേശിക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നാം വായിച്ചല്ലോ, കർത്താവിന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും അവരെ തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന അവളുടെ ഉപദേശം ആളുകളെ അല്ലെങ്കിൽ വിശ്വാസികളെ വഴിതെറ്റിക്കുന്നതായിരുന്നു. നാം ഇതിനു മുമ്പ് പഠിച്ച പെർഗമോസ് സഭയിലെ ബിലയാമിന്റെ ഉപദേശം ഓർക്കുന്നുണ്ടെങ്കിൽ, വെളിപ്പാട് 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ പെർഗമോസ് സഭയിൽ നമ്മൾ കണ്ടത് അവിടെ ബിലയാമിന്റെ ഉപദേശം സമാനമായ ഒരു ഉപദേശമായിരുന്നു ഈസബേലിന്റെയും. വെളിപ്പാട് 2:20 വായിക്കുമ്പോൾ ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും തന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീ. ചുരുക്കത്തിൽ റോമൻ മതവിശ്വാസങ്ങളും ആചാരങ്ങളും രാജാരാധനയുമായി ഒക്കെ പൊരുത്തപ്പെടാൻ അവൾ സഭയെ പ്രേരിപ്പിച്ചു. തൊഴിൽ കൂട്ടായ്മ സംഘങ്ങളുടെ ആരാധനയും ആചാരങ്ങളും സ്വീകരിച്ചു പോരുന്നതിൽ തെറ്റില്ല എന്ന് ഈ കള്ളപ്രവാചകി പഠിപ്പിച്ചു. അതുവഴി വിശ്വാസികൾക്ക് തൊഴിൽ നഷ്ടവും ജീവഹാനിയും പീഡനവും എല്ലാം ഒഴിവായി കിട്ടി. ക്രൈസ്തവ വിശ്വാസത്തിൽ ഒരു അതുല്യതയുണ്ട്, ഒരു യുണീക്ക്നെസ് ഉണ്ട്. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രത്യേകത, അതിന്റെ തനിമ എന്ന് പറയുന്നത്. എന്നാൽ ഈ തരത്തിൽ സഭ അവിശ്വാസികളുമായി ഇണയെല്ലാപ്പിണ കൂടുകയും ജാതികീയ ആചാരങ്ങളുമായിട്ട് ഇടപഴകുകയും ചെയ്തപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അതുല്യത, അതിന്റെ യുണീക്ക്നെസ്, അതിന്റെ തനിമ നഷ്ടമായി. മറ്റെല്ലാ മതങ്ങളും ആരാധനാ രീതികളും പോലെ വിശ്വാസികളുടെ ആരാധനാ രീതിയും അവരുടെ ജീവിതവും അധപ്പതിച്ചു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇതൊരു കറപ്റ്റഡ് ചർച്ചാണ്, ഒരു ദുഷിച്ച സഭയാണ്, അശുദ്ധമായ സഭയാണ്, ദുരാചാരമുള്ള സഭയാണ് എന്നീ സഭയെ വിശേഷിപ്പിക്കാം എന്ന് പറഞ്ഞത്. അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നെങ്കിലും അകത്തേക്ക് കയറി നോക്കുമ്പോൾ ധാരാളം ദുരാചാരങ്ങൾ ഇരുന്ന ഒരു സഭ. നമ്മൾ 7 സഭകൾക്കുള്ള സന്ദേശങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 7 സഭകൾക്കുള്ള സന്ദേശങ്ങൾ സഭാചരിത്രപരമായി അപഗ്രഥിക്കുന്ന വ്യാഖ്യാനമുണ്ട് എന്ന് ഞാനിതിനു മുമ്പ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ക്രോണോളജിക്കലായിട്ട് അപഗ്രഥിക്കുന്ന വ്യാഖ്യാനവും കൂടി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സത്യങ്ങൾ ഇതുവരെ ചിന്തിച്ച കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ പ്രസക്തമാകും. എങ്ങനെയാണ് സഭ കറപ്റ്റഡ് ആയത്, തെറ്റായ ആചാരങ്ങളും ആരാധനാ രീതികളും സഭയിൽ കടന്നുകൂടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എഫെസോസിലെ സഭ അപ്പസ്തോലിക കാലഘട്ടത്തിലെ സഭയായിരുന്നു. സ്മുർണ തുടർന്നുണ്ടായ പീഡനകാലത്തിലെ സഭയും ആയിരുന്നു എന്ന് നമുക്ക് സഭാ ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പീഡനം സ്മുർണയിലെ സഭയെ ശുദ്ധീകരിച്ചതുകൊണ്ടാണ് അവർ കിരീടം ചൂടിയത്. പെർഗമ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സഭയുടെ കാലഘട്ടമായപ്പോൾ ദുരുപദേശങ്ങൾ സഭയിൽ ഉടലെടുത്തു. അതുകൊണ്ടാണ് നമ്മളവിടെ ബിലയാമിന്റെ ഉപദേശമൊക്കെ കാണുന്നത്. സഭാചരിത്രവും ദൈവശാസ്ത്രവും പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതുപോലെ ഈ പ്രത്യേക കാലഘട്ടത്തിലാണ് പലതരത്തിലുള്ള ദുരുപദേശങ്ങൾ ക്രൈസ്തവ സഭയിലേക്ക് കടന്നു കയറിയത്. ഏറിയൻ ഹെറിസി അല്ലെങ്കിൽ ആര്യൻ ദുരുപദേശം എന്നറിയപ്പെടുന്ന ഒരു ഉപദേശം ഈ കാലഘട്ടത്തിൽ സഭയിലുണ്ടായി. ചുരുക്കത്തിൽ അത് എന്താണെന്ന് പറയുകയാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ സഭയിൽ ഉയർന്നു വന്നത് ഈ കാലഘട്ടത്തിലാണ്. മറ്റൊരു ശക്തമായ ദുരുപദേശം പെലേജിയൻ ഹെറിസി എന്ന് പറയുന്ന ദുരുപദേശമാണ്. പെലേജിയൻ ഹെറിസി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജന്മനാ പാപിയാണെന്നും ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും മനുഷ്യരുടെ ഇടയിൽ കടന്നുവെന്നും ഇങ്ങനെ മരണം സകല മനുഷ്യരിലും വ്യാപിച്ചിരിക്കുന്നു, പരന്നിരിക്കുന്നു എന്നൊക്കെയുള്ള സത്യം അവർ നിഷേധിച്ചു തുടങ്ങി. അങ്ങനെയില്ല, ഒരാൾ പാപം ചെയ്യുമ്പോൾ മാത്രമാണ് പാപിയാകുന്നത്, അല്ലാതെ പാപം എന്ന് പറയുന്ന ഒരു പ്രകൃതം ജന്മസിദ്ധമായിട്ട് മനുഷ്യനിലില്ല എന്ന് വാദിക്കുന്ന പെലേജിയൻ ദുരുപദേശം. അതുപോലെ തന്നെ കൃപയുടെ സുവിശേഷത്തെ തിരസ്കരിക്കുന്ന ചിന്താഗതി. കൃപയാൽ ഒരു പാപിയെ പെട്ടെന്ന് പരിശുദ്ധനാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുകയില്ല, അങ്ങനത്തെ സിദ്ധികളൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന രീതി. ഈ തരത്തിലുള്ള ദുരുപദേശങ്ങളൊക്കെ സഭാചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ പെർഗമോസ് ത്വേധൈര കാലഘട്ടത്തിലാണ് ദൈവസഭകളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായത്. എന്നാൽ ഇവിടെ നാം വായിച്ചു, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്ന് പെർഗമോസ് സഭയോട് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അന്തിപ്പാസ് എന്ന് പറയുന്ന ആൾ വിശ്വാസത്തിനു വേണ്ടി ഉറച്ചു നിന്നു. ആ കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഈ ദുരുപദേശങ്ങൾ ഉടലെടുക്കുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്ത ആളുകളും
സഭയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഉപദേശങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇന്നും കിട്ടുവാനായിട്ട് ഇടയായി തീർന്നത്. 2 സഭാപിതാക്കന്മാരെ കുറിച്ചെങ്കിലും സഭാ നേതാക്കന്മാരെ കുറിച്ചെങ്കിലും ഈ കാലഘട്ടത്തിൽ നാം അനുസ്മരിക്കുന്നതും നന്ദിപൂർവ്വം അവരെ ഓർക്കുന്നതും നല്ലതാണ്. 1 അത്തനേഷ്യസ്, 2 അഗസ്റ്റിൻ. ഈ 2 നേതാക്കന്മാര് ഉയർന്നു വന്ന ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്ത ആളുകളാണ്. നമ്മെ ഭരമേൽപ്പിച്ച വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ഇവർ ഇരുവരുടെയും നേതൃത്വത്തിൽ അനേകർ ഉറച്ചതും കുലുങ്ങാത്തതുമായ നിലപാടുകൾ എടുത്തു. ഈ കാലഘട്ടത്തിലാണ് വിശ്വാസ സത്യങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി സഭാപിതാക്കന്മാര് കൂടണം, അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാക്കണം എന്നുള്ള താല്പര്യത്തിന്റെ ഇവരുടെ മുൻകൈയിലാണ് നിക്യയിൽ സഭാപിതാക്കന്മാർ ഒരുമിച്ച് കൂടിയതും നിക്യ വിശ്വാസ പ്രമാണം രചിച്ചതും. AD 325 നിക്യ വിശ്വാസ പ്രമാണം ഉടലെടുക്കുന്നത് ഈ പ്രത്യേക കാലഘട്ടത്തിലാണ്. ദ്വൈതേര കാലഘട്ടം നാമധേയ സഭ സുസംഘടിതമാകുകയും സഭയിൽ വിജാതീയമായിട്ടുള്ള ആചാരങ്ങൾ വ്യാപകമായി കടന്നുകൂടുകയും ചെയ്ത കാലഘട്ടമാണ്. സഭ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. ചരിത്രത്തിൽ ഈ കാലഘട്ടത്തെ ഇരുളടഞ്ഞ യുഗം അല്ലെങ്കിൽ ഡാർക്ക് ഏജസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സഭയിൽ പൗരോഹിത്യ മേധാവിത്വം, വിഗ്രഹങ്ങളുടെ സാന്നിധ്യം, വിചിത്രമായ ആചാരരീതികൾ, ആഘോഷങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ ഈ കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. രക്ഷയ്ക്കായിട്ട് ഒരു വ്യക്തിപരമായിട്ട് യേശുക്രിസ്തുവിനെ കർത്താവിൻ രക്ഷകനുമായി അംഗീകരിച്ച് പുതുജനനം പ്രാപിക്കണമെന്ന ചിന്ത സഭയ്ക്ക് അന്യമായി. പുതിയ ആചാരബന്ധിതമായ ഉപദേശങ്ങൾ ഉടലെടുത്തു. ആരാധനാ രീതികൾക്ക് മാറ്റം വന്നു. ഇന്ന് സംഘടിത സഭകളിൽ കാണുന്ന ദിവ്യബലി, കുർബാന മുതലായ ആചാരങ്ങളും കന്യക മറിയത്തെയും ഉണ്ണിയേശുവിനെയും വണങ്ങുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രീതി, മരിച്ചവർക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ എല്ലാം ഈ സമയത്താണ് പ്രാബല്യത്തിൽ വരുന്നത്. ദ്വൈതേര സഭയിലുണ്ടായിരുന്ന ഇസബേൽ എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്നു എന്ന് 20-ാം വാക്യത്തിൽ നാം വായിച്ചത് ഓർക്കുക. ഇസബേൽ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഉപദേശമാണ്. എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്നു. ഇതൊരു പ്രധാനപ്പെട്ട പ്രയോഗമാണ്. തെറ്റിച്ച് കളയുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷില് സെഡ്യൂസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ടീച്ചിങ് ആൻഡ് സെഡ്യൂസിങ്, സെഡ്യൂസിങ് ടീച്ചിങ്. സെഡ്യൂസ് എന്ന പദം നിങ്ങൾ ഡിക്ഷണറിയോ വല്ലതും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ വാസ്തവത്തിൽ സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സെഡ്യൂസ് അല്ലെങ്കിൽ തെറ്റിച്ച് കളയുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സത്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുക. കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന അടിസ്ഥാന സത്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുക, വഴി പിഴപ്പിക്കുക. ഒരു ചെറിയ സൈൻ ബോർഡ് മാറ്റി വെച്ചാൽ മതി വഴി തെറ്റിക്കാനായിട്ട്, വഴി പിഴപ്പിക്കാനായിട്ട് കഴിയും. പാപത്തിലേക്ക് നയിക്കുക. വഴി പിഴപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ വീഴിക്കുക. അപ്പോഴാണ് ദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ലാതായി തീരുന്നത്. വ്യഭിചരിപ്പിക്കുക, മറ്റുപദേശങ്ങളുമായിട്ട് ഇടകലരാൻ ഇടയായി തീരുക, മാനഭംഗപ്പെടുത്തുക, പാതിവൃത്യം ഉപേക്ഷിക്കുവാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കുക, വശീകരിക്കുക, മോഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക, പിഴപ്പിക്കുക. ഇതൊക്കെയാണ് സെഡ്യൂസ് എന്ന പദത്തിന്റെ അർത്ഥം. ദൈവസഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഓർത്താൽ മതി. ഈ സഭയ്ക്ക് വാസ്തവത്തിൽ സംഭവിച്ചത് മറ്റൊന്നല്ല. സഭയ്ക്ക് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ടു. സഭ ചതിക്കപ്പെട്ടു. സഭയുടെ ഹൃദയം ഉപായത്താൽ ചതിക്കപ്പെട്ടിട്ട് വഷളായിപ്പോയി. ഇത് പൗലോസിന്റെ ഒരു ആങ്സൈറ്റി ആയിരുന്നു. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിച്ചാൽ, 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ നിങ്ങളെ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, വഞ്ചിച്ചതുപോലെ നിങ്ങൾ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ ഭയം ഏതാണ്ട് ശരിയായി വരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. സഭയിലുള്ള വിശ്വാസികളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് അവർ ചതിക്കപ്പെട്ട് വഷളായി പോകുന്നു. വേറെ തരത്തിൽ ഞാൻ പറഞ്ഞാൽ, സഭ ഒരു ശരീരമായി, ജീവനുള്ള ചൈതന്യമുള്ള ഒരു ശരീരമായി ഇരിക്കുന്നതിന് പകരം സഭ ഒരു സംഘടനയായി അധപ്പതിച്ചു. ചർച്ച് ഈസ് എൻ ഓർഗനിസം, നോട്ട് ആൻ ഓർഗനൈസേഷൻ. ഈ കാലഘട്ടത്തിൽ സഭ ഒരു ഓർഗനിസം അല്ല, ഒരു ഓർഗനൈസേഷനായിട്ട് അധപ്പതിക്കുകയും
അതിൻ്റേതായിട്ടുള്ള എല്ലാ അപജയങ്ങളും സഭയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കർത്താവ് നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറവാനുണ്ട് എന്ന് പറഞ്ഞത്. യേശു കുറ്റം കാണിച്ചു തരുമ്പോൾ പ്രത്യേകം കേട്ട് മാനസാന്തരപ്പെടണം എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. കാരണം ഈ കുറ്റം കാണിച്ചു തരുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള കർത്താവാണ്. അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അവൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നവനാണ്. അതുകൊണ്ട് അവന്റെ ഉപദേശം കേട്ട് മാനസാന്തരപ്പെടുന്നതാണ് നമുക്ക് നല്ലത്. പിന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഇങ്ങനെയുള്ള അനാചാരങ്ങൾ, അനാത്മീയ കാര്യങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അവ തിരുത്തുവാനായിട്ട് ഈ സന്ദർഭം ഉപയോഗിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. യേശു തുയഥൈര സഭയ്ക്ക് നൽകിയ ഉപദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ തെറ്റ് തിരുത്താൻ ചില ഉപദേശങ്ങൾ നൽകി. അവർക്ക് അഡ്മോണിഷൻ, താക്കീതോടുകൂടിയ ഉപദേശം നൽകുന്നുണ്ടല്ലോ. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. എഫേസോസിലെ സഭയെ കുറിച്ച് നാം ചിന്തിക്കുകയും തുയഥൈര സഭയുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ എഫേസോസിലെ സഭ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയി. എന്നാൽ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് അവർ കണ്ടുപിടിച്ചു. അതായത് ദുരുപദേഷ്ടാക്കന്മാരെയും ദുരുപദേശത്തെയും തിരിച്ചറിഞ്ഞു, തിരസ്കരിച്ചു. പക്ഷെ അവർ സ്നേഹത്തിൽ നിന്ന് വീണുപോയി. നമ്മൾ തുയഥൈര സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ സ്നേഹത്തിൽ വളർന്നുകൊണ്ടിരുന്നു. അവരുടെ വിശ്വാസം, സ്നേഹം, പ്രവൃത്തിയെക്കുറിച്ചൊക്കെ കേട്ടല്ലോ. സ്നേഹത്തിൽ വളർന്നുകൊണ്ടിരുന്നു. എന്നാൽ അവർ ദുരുപദേശത്തെ ഉൾക്കൊണ്ടു, അതിനെ സഹിച്ചു. അത് കുഴപ്പമില്ല എന്നവർ കരുതി. സഭ ഇന്ന് അല്ലെങ്കിൽ എന്നും ഈ രണ്ട് ധ്രുവങ്ങളിലേക്ക്, രണ്ട് എക്സ്ട്രീംസിലേക്കാണ് പോകുന്നത്. ഇത് രണ്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഡോണ്ട് ഗോ ടു ദി എക്സ്ട്രീംസ്. ഒന്നുകിൽ സ്നേഹത്തിൽ അങ്ങ് പോവുകയാണ്, അല്ലെങ്കിൽ ഉപദേശത്തിന്റെ നിർമ്മലത ഇല്ലാതെ പോവുകയാണ്, സ്നേഹമില്ലാതായി പോകുന്നു. ഉപദേശം കറക്റ്റ് ആകുമ്പോൾ സ്നേഹമില്ല, സ്നേഹമുള്ളപ്പോൾ ഉപദേശം ശരിയല്ല. ഇങ്ങനെ പോകാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. ദൈവവചനം കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു, സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. എഫേസ്യ ലേഖനം 4:15. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. സ്നേഹത്തിൽ നാം ഏകീഭവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. അതുകൊണ്ട് നമുക്ക് സ്നേഹം വേണം, സത്യ ഉപദേശവും വേണം. ഇത് രണ്ടും വേണം. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ. സ്നേഹത്തിലും വർദ്ധിച്ചു വരണം, അതിൽ നിന്ന് വീണു പോകാൻ പാടില്ല. സത്യ ഉപദേശത്തിലും വർദ്ധിച്ചു വരണം. അന്യത ഉപദേശിക്കരുത്. തെറ്റായ ഒരു ഉപദേശവും സഭയിൽ കടന്നുകൂടുവാനായിട്ട് ഇടയാകരുത്. സ്നേഹമില്ലാത്ത യാഥാസ്ഥിതികത്വവും സ്നേഹത്തോട് കൂടിയ ഇണയില്ലാ പിണ കൂടലും ഒരുപോലെ ദൈവം വെറുക്കുന്നതും അപകടകരവുമാണ്. ഐ റിപ്പീറ്റ്, സ്നേഹമില്ലാത്ത യാഥാസ്ഥിതികത, അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പക്ഷെ സ്നേഹമില്ല, അങ്ങനത്തെ ഒരവസ്ഥയും സ്നേഹത്തോട് കൂടി തെറ്റായ ഉപദേശങ്ങളിലേക്ക് ഇണയില്ലാ പിണ കൂടാനായിട്ട് പോകുന്നതും രണ്ടും ദൈവം ഒരുപോലെ വെറുക്കുന്നതും രണ്ടും ഒരുപോലെ അപകടകരവുമാണ്. തുയഥൈര സഭ ദുഷ്ടതയെ അല്ലെങ്കിൽ ദുരുപദേശത്തെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അതിൽ അഹങ്കരിച്ചു. അനുദപിച്ച് മാനസാന്തരപ്പെടാൻ തയ്യാറാകുന്നതിന് പകരം ഈ കാര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള മട്ടിൽ അതിനെക്കുറിച്ച് അഹങ്കരിച്ചു. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ സമയം കൊടുത്തു, പക്ഷെ മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. അവൾ മാനസാന്തര ആഹ്വാനം നിരസിച്ചു എന്നതിന്റെ അർത്ഥം. കർത്താവ് കൊടുത്ത ആഹ്വാനം ശ്രദ്ധിച്ചില്ല, അതിന് ചെവി കൊടുത്തില്ല. അതുകൊണ്ട് 22-ാം വാക്യത്തിൽ പറയുകയാണ്, അവളുടെ പിന്നാലെ പോയവർക്ക്, അവളുമായി വ്യഭിചരിക്കുന്നവർക്ക് മാനസാന്തരപ്പെടുവാൻ യേശു അവസരം നൽകി. അവൾക്ക് മാത്രമല്ല, അവളുടെ കൂടെ കൂടിയ, അവളുടെ ഉപദേശം കേട്ട ആളുകൾക്കും മാനസാന്തരപ്പെടുവാൻ യേശു അവസരം നൽകി. അവരും മാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവൻ, ഉൾപ്പൂവുകളെ, ഹൃദയങ്ങളെ ആരായുന്നവൻ, അവന് തെറ്റുപറ്റുകയല്ലെന്ന് ഓർക്കണം. അവൻ മാനസാന്തരപ്പെടണമെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ, അത് ഈസബേലാണെങ്കിലും ഈസബേലിന്റെ ഉപദേശം കേൾക്കുന്ന ആളുകളാണെങ്കിലും മാനസാന്തരത്തിന് അവൻ അവസരം നൽകുമ്പോൾ അത് നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ നഷ്ടപ്പെടുത്തുന്നവർക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് അവൻ നൽകുന്ന അവസരങ്ങളൊക്കെയും മാനസാന്തരത്തിനായിട്ട് നാം ഉപയോഗിക്കണം എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതൊന്ന് വീണ്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ, യേശു പറഞ്ഞു, ദുർനടപ്പിന് പ്രേരിപ്പിക്കുന്ന കള്ളപ്രവാചകിയെയും അവളുമായി വ്യഭിചരിക്കുന്നവരെയും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ വലിയ കഷ്ടതയിലാക്കും. അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും. ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നവൻ, എനിക്കൊന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നർത്ഥം, എന്ന് സകല സഭകളും അറിയും.
ഇവിടെ പല കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ വലിയ കഷ്ടതയിലാക്കും, അവരുടെ മക്കളെ കൊന്നുകളയും, സകല സഭകളും അറിയും എന്നൊക്കെയുള്ള പ്രയോഗങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ചിന്തിക്കുകയും പഠിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സകല സഭകളും അറിയും എന്ന് പറഞ്ഞ കാര്യം മാത്രം ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ സകല സഭകൾക്കും പഠനത്തിനും തിരുത്തലിനുമായിട്ട് ഒരു മാതൃകയായി ഈ സഭയെ വെക്കും എന്നാണ് യേശു കർശനമായി താക്കീത് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തിന് അവർ ദുർനടപ്പിന്റെ ഈ മാതൃക അനുവർത്തിക്കുന്നു? അത് അനുവർത്തിക്കാതെ അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈസബേലും മക്കൾ എന്നവിടെ പറഞ്ഞിരിക്കുന്ന അനുയായികൾ എന്നുള്ള അർത്ഥത്തിലാണ്. വലിയ കഷ്ടത്തിലും മരണത്തിലും ആകും എന്ന് പറഞ്ഞതിന്റെ കാരണം അവരുടെ വ്യഭിചാരമാണ്, വിഗ്രഹാരാധനയും ഇണയില്ലാപ്പിണ കൂടുന്നതും ഒക്കെയാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പരസംഗവും വ്യഭിചാരവുമായിട്ടാണ് വിഗ്രഹാരാധനയെയും ഇണയില്ലാപ്പിണ കൂടുന്നതിനെയും ചിത്രീകരിച്ചിരിക്കുന്നത്. വിവാഹ ഉടമ്പടിയിൽ അവിശ്വസ്തരായി തീർന്നതായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത്. ഞാൻ 1-2 പഴയ നിയമവാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണെങ്കിൽ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ? അവൾ ഉയരമുള്ള എല്ലാ മലകളിലും എല്ലാ പച്ചമരത്തിന്റെ കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു. തുറന്നു വായിച്ചാൽ അവൾ മടങ്ങി വന്നില്ല. യഹൂദയും ചെന്ന് പരസംഗം ചെയ്തു. ഇസ്രായേലിന്റെ മാതൃക, അവള് പരസംഗം ചെയ്തു, മടങ്ങി വരാൻ അവസരം കൊടുത്തിട്ട് മടങ്ങി വന്നില്ല. അവളെ കണ്ട് യഹൂദയും ഇത് കണ്ട് മറ്റുള്ളവരും വഴിതെറ്റി പോവുകയാണ്. ഹോശേയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേലെ, നീ നിന്റെ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്ത് നടക്കുകയും ധാന്യക്കളങ്ങളിലൊക്കെയും വേശ്യാസമ്മാനം ആഗ്രഹിക്കുകയും ചെയ്തിരിക്കയാൽ നീ ശേഷം ജാതികളെ പോലെ ഘോഷത്തോടെ സന്തോഷിക്കരുത്. ഈസബേലിന്റെ ഉപദേശം സ്വീകരിച്ച് വഴിതെറ്റിപ്പോകുന്ന ആളുകളെക്കുറിച്ച് വ്യഭിചാരം, പരസംഗം എന്ന പദം ഉപയോഗിക്കുമ്പോൾ അവർ വിഗ്രഹാരാധനയിലേക്കും അധാർമികമായിട്ടുള്ള പ്രവൃത്തികളിലേക്കും അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടുന്നതിലേക്കും ഒക്കെ മുന്നോട്ട് പോയി എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ മാനസാന്തരപ്പെടാനായിട്ട് കർത്താവ് കൊടുത്ത ആഹ്വാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിട്ട് മാനസാന്തരപ്പെടുക, വിട്ട് തിരിയുക എന്നുള്ളതാണ് മാനസാന്തരം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിട്ട് 20-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ വീണ്ടും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വിടുക എന്നുള്ളത് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. നീ അതൊക്കെ വിട്ട്, ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടണം. മനസ്സ് വേണം. അവൾക്ക് മനസ്സായില്ല, അപ്പൊ മനസ്സ് വേണം. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വിഭജിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ, ഞാൻ നടപ്പ് വിടണം, ദുർനടപ്പ് വിടണം, അതിനൊരു മനസ്സ് വേണം. ഇത് കർത്താവ് നമ്മളോട് ആവർത്തിച്ച് പറയുകയാണ്. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഈസബേലിന്റെ പാപക്കിടക്ക മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ രോഗക്കിടക്കയായിട്ട് മാറും എന്നും കർത്താവ് ഓർമ്മപ്പെടുത്തി. പാപക്കിടക്ക, അവരോട് കിടക്കുന്നവർ, പാപം ചെയ്യുന്നവർ, വ്യഭിചരിക്കുന്നവർ, പാപക്കിടക്ക രോഗക്കിടക്കയായിട്ട് മാറും, അത് മരണക്കിടക്കയായിട്ട് മാറും. ഞാൻ കൊന്നുകളയും എന്നത് ശരിയായിട്ട് നിങ്ങൾ മൂലഭാഷയിലുള്ള അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ മഹാമാരിയാൽ നശിപ്പിക്കും എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ആ പദപ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അവളെ രോഗക്കിടക്കയിലാക്കും, ഞാൻ അവളെ കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം ഞാൻ മഹാമാരിയാൽ നശിപ്പിക്കും എന്ന അർത്ഥത്തിലാണ്. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതിന്റെയും കർത്താവിനോട് ഏകാഗ്രതയും നിർമ്മലതയും വെച്ച് പുലർത്തേണ്ടതിന്റെയും പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നോക്കാം. മഹാമാരിയാൽ നശിപ്പിക്കുമെന്നതുകൊണ്ട്, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് പാപക്കിടക്ക രോഗക്കിടക്കയാകും എന്ന് പറഞ്ഞത്. മഹാമാരി വരും, മഹാമാരി രോഗമാണല്ലോ. അതുകൊണ്ട് പാപക്കിടക്ക തുടർമാനമായിട്ട് പാപം ചെയ്തുകൊണ്ടിരുന്നാൽ ദൈവത്തിന് രോഗമയച്ച് ചിലപ്പോൾ മരണത്തിലേക്ക് വിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പാപക്കിടക്ക രോഗക്കിടക്കയാകും, മഹാമാരിയാൽ നശിപ്പിക്കും. ദാവീദിന്റെ കാലഘട്ടത്തിലൊക്കെ ദൈവം മഹാമാരി അയച്ച കാര്യം ഒന്ന് വിചിന്തനം ചെയ്യുക. ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. ജ്വാലയ്ക്കൊത്ത കണ്ണ്, വെള്ളോട്ടിന് സദൃശമായുള്ള കാലുമുള്ളവൻ ന്യായം വിധിക്കുകയാണ്. ദൈവം കള്ളപ്രവാചകയെയും അവളുടെ അനുയായികളെയും എന്നും എന്നേക്കുമായി ന്യായം വിധിച്ച് നീക്കിക്കളയും എന്ന് ചുരുക്കം. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ന്യായം വിധിച്ച് എന്നും എന്നേക്കുമായി ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ശാരീരിക ജീവൻ കളയുമെന്ന് മാത്രമല്ല, നിത്യ നരകത്തിൽ 2-ാം മരണത്തിലേക്ക് തള്ളിക്കളയും എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടെ, വളരെ ജാഗ്രതയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം പരിശോധിക്കേണ്ടതാണ്. തിയോഥേര സഭയ്ക്ക് കൊടുത്ത തിരുത്തൽ സന്ദേശം, അഡ്മോണിഷൻ,
മാനസാന്തരത്തിനുള്ള സന്ദേശം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. ഇന്ന് നാം പഠിച്ചത് കർത്താവ് എങ്ങനെയാണ് തന്നെ പരിചയപ്പെടുത്തിയതെന്നും ഏതൊക്കെ കാര്യങ്ങളാണ് അഭിനന്ദിച്ചതെന്നുള്ളതും അവളുടെ കുറ്റം എന്തായിരുന്നു എന്നുമുള്ളതാണ്. ആ 3 കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ കർത്താവ് ദൈവപുത്രനാണ്, സൺ ഓഫ് ഗോഡ്. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതാണ്. അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും അവന് വെള്ളോടിന് സദൃശമായ കാലുമുണ്ട് എന്ന് ഓർക്കുക. സഭയ്ക്ക് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. പ്രവൃത്തി, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത, ഉത്സാഹം, ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാൾ ഏറെ, ഇതൊക്കെ കർത്താവ് പറഞ്ഞു. എങ്കിലും ദുരുപദേശങ്ങൾ സഭയെ കറപ്റ്റ് ചെയ്തു. അവിടെ ഒരു സ്ത്രീയെ അനുവദിച്ചു, അവൾ ഒരുപാട് പേരെ ഉപദേശിച്ചു, വഴിതെറ്റിച്ചു. ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഹൃദയത്തെയാണ് ബാധിക്കുന്നത്. പുറമേയുള്ള ആചാരങ്ങളെ മാത്രമല്ല, ഹൃദയത്തെയാണ് ബാധിക്കുന്നത്. നമ്മുടെ ബിഹേവിയർ ആൻഡ് ബിലീഫ് ആർ ഇന്റർ റിലേറ്റഡ്. നമ്മുടെ പ്രവർത്തനങ്ങൾ വിശ്വാസവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ ആ വിശ്വാസത്തിലെ കാഴ്ചപ്പാടിലെ കുഴപ്പങ്ങളുണ്ടായി. അതുകൊണ്ട് അവിടെയൊക്കെ മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ന്യായം വിധിച്ച് കൊന്നുകളയും എന്ന് കർത്താവ് പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും അബദ്ധങ്ങൾ, നമ്മുടെ ഏകാഗ്രത, നിർമ്മലത എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വിട്ട് മാനസാന്തരപ്പെടുവാൻ കർത്താവ് നമ്മളോട് സ്നേഹബുദ്ധിയ ഉപദേശിക്കുകയാണ്. നമുക്ക് നമ്മളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവെ, സ്വർഗ്ഗസ്ഥ പിതാവേ, കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾ ഏകാഗ്രചിത്തന്മാരായിട്ടിരിക്കുവാൻ തക്കവണ്ണം, കർത്താവെ, നിർമ്മലന്മാരായിരിക്കാൻ തക്കവണ്ണം നീ ഞങ്ങളെ ചേർക്കാൻ വരുമെന്നുള്ള പ്രത്യാശ ഉള്ളത് കൊണ്ട്, അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കട്ടെ എന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, നിർമ്മലതയിൽ, വിശുദ്ധിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യാതൊരു തരത്തിലുള്ള കർത്താവ് കറപ്ഷനും ദുരുപദേശങ്ങളും അനാചാരങ്ങളും ഒക്കെ ഞങ്ങളുടെ ഹൃദയത്തിലോ ഞങ്ങളുടെ ദൃഷ്ടിയിലോ ഒക്കെ വന്നിട്ട് കർത്താവെ, അത് ഞങ്ങളെ മലീമസമാക്കുവാൻ അനുവദിക്കാതെ നീ ഞങ്ങളെ സൂക്ഷിക്കണമേ. എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ വന്നുപോയ ആളുകൾ കർത്താവെ, വചനം കേട്ടവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെടുമ്പോൾ നീ അവരോട് ക്ഷമിക്കുകയും കർത്താവരെ കഴുകി വിശുദ്ധയും വെടിപ്പുള്ളവരാക്കി മാറ്റുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണം. സഭയെ നിർമ്മലമായി സൂക്ഷിക്കണം. നിന്റെ വരവിനായിട്ട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.